ഇന്ന് കാലത്ത് തന്നെ മഴയാട്ടോ. ഈ മഴ പെയ്യുന്നതിനൊക്കെ മുമ്പ് സനൂപേട്ടൻ ജോലിക്ക് പോയി. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. മഴയെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പതുക്കെ പതുക്കെ പെയ്തിട്ട് പിന്നെ ഭയങ്കര മഴയായി പോയി. മഴയെന്ന് പറഞ്ഞാൽ ഒരു മണി മഞ്ഞ് മൂടിയ പോലെ അങ്ങനത്തെ മഴ ഇങ്ങ് പെയ്തു. നല്ല മഴ പെയ്തു. എന്തായാലും നല്ല ചൂടായിരുന്നു ഇവിടെ, കണ്ടോ, മഞ്ഞ് പോലെ ഉണ്ടായിരുന്നു മഴ പെയ്യുന്നത്. നല്ല ചൂടായിരുന്നു ഇവിടെ കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലാണ് 2 ചക്ക താഴെ മുട്ടിയിട്ട് കിടക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോൾ നിലത്തൊക്കെ വീഴും, അങ്ങനെ മുട്ടിക്കിടക്കുന്ന ചക്കയൊക്കെ പെട്ടെന്ന് നാശമായി പോലെ. അപ്പോൾ അതിന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. 24 മണിക്കൂർ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്നുള്ള തരത്തിലാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലത്തെയും തന്നെയായിരിക്കും അവസ്ഥ. അങ്ങനെ സനുവേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. സനുവേട്ടനൊന്നും കൊണ്ടുവന്നില്ല, മിഠായിയൊന്നും കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞിട്ട് കേട്ടോ ഭയങ്കര കച്ചറയായിരുന്നു. പിന്നെ ഒരു തരത്തിൽ സനുവേട്ടൻ തന്നെ അതൊക്കെ സോൾവ് ചെയ്തു. പിന്നെ വിഷു ബമ്പറായി നോട്ടം. പിന്നെ വിഷു ബമ്പറിൻ്റെ ഇത് കിട്ടുന്നതുകൊണ്ട്, റിസൾട്ട് വരുന്നതുകൊണ്ട് അത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. നമുക്കറിയില്ല നമുക്ക് ബമ്പറൊന്നും അടിക്കില്ല എന്ന്. പക്ഷേ ഞാനിങ്ങനെ എറണാകുളത്ത് പോയ സമയത്ത് പാവപ്പെട്ട ഒരു അച്ചാച്ചനുണ്ട് കേട്ടോ. ആ അച്ചാച്ചൻ ഇങ്ങനെ ബമ്പർ വിൽക്കണ കണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പം ഞാൻ അതിന് 300 രൂപ കൊടുത്തിട്ടൊരു ബമ്പർ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുറത്ത് ഏതോ സ്ഥലത്തുനിന്ന് ഒരു ഭിക്ഷക്കാരന് ഒരു 5 യൂറോ കൊടുക്കുന്നില്ലേ, അതുപോലെ 5 യൂറോയും നമ്മുടെ ഇന്ത്യൻ മണിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അതൊന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ ഈ ഒരു അച്ചാച്ചനൊരു കാര്യമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് 300 രൂപ കൊടുത്തിട്ട് വിഷു ബമ്പർ വാങ്ങി. പക്ഷെ അതിനൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ സനൂപേട്ട മഴയൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് താഴെ ഇറങ്ങി സൺസൈഡ് എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ, ക്ലീൻ ചെയ്യാൻ വേണ്ടി. വെള്ളം എന്തോ പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇറങ്ങി സനൂപേട്ടൻ അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ സനൂപേട്ട തിരിച്ച് കയറുന്നതിനാണ് ഈ അംഗം. തിരിച്ച് കയറണ്ട, അവിടെ തന്നെ നിന്നോന്നാണ് വാശി. എൻ്റെ ദൈവമേ, ഈ വീട്ടിലെ എപ്പോഴും ഈ ഒരു വഴക്കാണ്. ഇത് തീർക്കാനേ എനിക്ക് നേരമുള്ളൂ. എപ്പോൾ നോക്കിയാലും അങ്ങോട്ടേക്ക്. ഇന്ന് 2 പേരും ഭയങ്കര സ്നേഹമാണെങ്കിലും. എന്തായാലും കൊച്ചു കൊച്ചു കുറുമ്പും കുസൃതിയായിട്ടാണെങ്കിലും വെക്കേഷൻ അങ്ങ് അവസാനിക്കാറായി. അതിൻ്റെ സങ്കടത്തിലാണ് ഞാനും എൻ്റെ ഏട്ടനും.